സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ? നമ്മുടെ സിലബസ് കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് ലോസ് ഓഫ് ക്രഷിങ് വരെയായിരുന്നു. അതിനകത്ത് കിക്സ് ലോ, റിറ്റിൻഗേഴ്സ് ലോ, ബോൺസ് ലോ, ഇത് ഈ മൂന്ന് ലോസാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിന് ശേഷമുള്ള കുറച്ച് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. രണ്ട് ടൈപ്പ് ഓഫ് ക്രഷേഴ്സ് ആണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ജോ ക്രഷറും ഗൈറേറ്ററി ക്രഷറും. ഇതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതിന്റെ പാർട്സ് ആയിരിക്കും ചോദിക്കുന്നത്, ഓരോ ക്രഷേഴ്സിന്റെ പാർട്സ് ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മെക്കാനിസം. ഫോർ ക്രഷിങ്ങിനകത്ത് സൈസ് റിഡക്ഷന് 4 മെക്കാനിസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കംപ്രഷൻ, അട്രീഷൻ, കട്ടിങ്, ഇങ്ങനെ 3-4 മെക്കാനിസം ഉണ്ടെന്ന് പഠിച്ചിരുന്നു. അപ്പോൾ മെക്കാനിസം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ പാർട്സ്, മെക്കാനിസം, ഇനി ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, അത് ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ജോ ക്രഷേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു ചെറിയ ആനിമേഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പണൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു മേജർ കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു മൂവിങ് പാർട്ടും ഒരു ഫിക്സഡ് പാർട്ടും ആണുള്ളത്. അപ്പോൾ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള, നോർമലി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് സൈസ് റിഡക്ഷൻ നടക്കുന്നത് കംപ്രഷൻ മെക്കാനിസം ആണ്. അതാണ് ആദ്യത്തെ നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടത്. ജോ ക്രഷറിനകത്ത് കംപ്രഷറാണ് മേജറായിട്ട് സൈസ് റിഡക്ഷന് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പാർട്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ജോയും ഒരു മൂവിങ് ജോയും ആണ്, അല്ലെങ്കിൽ ഒരു മൂവബിൾ ജോയും ആണ്. പിന്നെ പറഞ്ഞാൽ ഫ്ലൈ വീല്. ഈ ഫ്ലൈ വീലിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട്, ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്ന ഒരു സർക്കുലർ ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടാണ്. ഫ്ലൈ വീലാണ് ഈ പറയുന്നത് പോലെ മൂവബിൾ ജോയിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഒരു 3-4 മേജർ പാർട്സ് മതി, വേറെ കാര്യമായിട്ട് നമുക്ക് അതിനകത്തൊന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. ഫിക്സഡ് ജോ, മൂവബിൾ ജോ, ഫ്ലൈ വീൽ, ഇപ്പം ഈ 3 സംഭവങ്ങളുള്ളത്. പിന്നെ ഒരെണ്ണം ഇത് വർക്ക് ചെയ്യുന്നത് കംപ്രഷൻ മെക്കാനിസത്തിൽ കൂടെയാണ്. ഇവിടെ സൈസ് റിഡക്ഷൻ നടക്കുന്നത് കംപ്രഷൻ മെക്കാനിസത്തിൽ കൂടെയാണ്. ഓക്കെ, അടുത്തത് ഗൈറേറ്ററി ക്രഷർ. അപ്പോൾ ഗൈറേറ്ററി ക്രഷറിന്റെ ഒരു ആനിമേഷനാണ് ഇപ്പൊ കാണുന്നത്. ഇതിലും നമുക്ക് മേജറായിട്ട് ഇവിടെയും കംപ്രഷൻ പ്ലസ് അട്രീഷനും കൂടിയാണ്. കംപ്രഷൻ പ്ലസ് അട്രീഷൻ. അപ്പോൾ ഈ 2 മെക്കാനിസംസ് കൂടിയാണ് ഇവിടെ സൈസ് റിഡക്ഷൻ നടക്കുന്നത്. ഇതിനകത്ത് മേജർ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് സ്പൈഡർ ആണ്. ഈ നടുക്ക് നിങ്ങൾക്ക് ഒരു മൂവിങ് പാർട്ട് കാണാൻ പറ്റും. ഈ മൂവിങ് പാർട്ട് എസെൻട്രിക് മോഡിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഹെവി സൈസ് അല്ലെങ്കിൽ സൈസ് കൂടിയ മെറ്റീരിയൽസ് ഇതിനകത്തേക്ക് ഫീഡ് ചെയ്യും. താഴെ വരുന്നത് സൈസ് കുറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ സ്പൈഡർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് മാച്ച് ദ ഫോളോയിങ് വല്ലതും വരികയാണെങ്കിൽ സ്പൈഡർ എന്ന് പറയുന്നത് പാർട്ട് ഗൈറേറ്ററി ക്രഷറിന്റെ ഒരു പാർട്ടാണ്. സ്പൈഡർ എന്ന് പറയുന്നത് ഈ ഒരു ക്രഷറിന്റെ ഹെഡിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം, അതിനെയാണ് സ്പൈഡർ എന്ന് പറയുന്നത്. അതുകൂടാതെ ഷെല്ലും ക്രഷർ ഹെഡും ഉണ്ട്. ഇത് ഇത്രയും ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ കംപ്രഷൻ പ്ലസ് അട്രീഷനും കൂടെയുണ്ട്. ഇതിന് ഇനി ചോദിക്കാവുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നോർമലി ഗൈറേറ്ററി ക്രഷേഴ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഇന്റർമിറ്റഡ് ആക്ഷൻ ക്രഷേഴ്സ് ആണ്. ഇന്റർമിറ്റഡ് ആക്ഷൻ ക്രഷേഴ്സ് ആണ് ജോ ക്രഷേഴ്സ്. എന്നാൽ ഗൈറേറ്ററി ക്രഷേഴ്സ് കണ്ടിന്യൂസ് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നതാണ്. എന്താണ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ എന്നും എന്താണ് ബാച്ച് ഓപ്പറേഷൻ എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇന്റർമിറ്റഡ് ആയിട്ട് ക്രഷ് ചെയ്യാനായിട്ട്, മെറ്റീരിയൽസിനെ ക്രഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ജോ ക്രഷേഴ്സും ഗൈറേറ്ററി ക്രഷേഴ്സ് കുറച്ചും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നോർമലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രഷേഴ്സിന് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സ്
കപ്പാസിറ്റിയും കൂടുതലായിരിക്കും. സോ ദാറ്റ് മീൻസ് ഗൈറേറ്ററി ക്രഷേഴ്സിന്റെ കപ്പാസിറ്റിയും കൂടുതലാണ്. സോ ജോ ക്രഷേഴ്സിന് കമ്പാരിറ്റീവ്ലി ഗൈറേറ്ററി ക്രഷേഴ്സിനെക്കാളും കുറച്ച് മാത്രമേ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ ജോ ക്രഷേഴ്സ് സിമ്പിൾ ആണ്, പിന്നെ ഗൈറേറ്ററി ക്രഷേഴ്സ് കുറച്ചും കൂടെ കോംപ്ലക്സ് മെക്കാനിസം ആണ്. ഇനി ഇത് ഹാൻഡിൽ ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ്, ജോ ക്രഷേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് കോഴ്സ് ക്രഷിങ്, കോഴ്സ് മെറ്റീരിയൽസിനെ ക്രഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗൈറേറ്ററി ക്രഷേഴ്സ്. എന്നാൽ ലാർജ് സ്കെയിലിലുള്ള കോഴ്സ് മെറ്റീരിയൽസ്, കുറച്ചും കൂടെ ലാർജർ സ്കെയിലായിട്ടുള്ള കോഴ്സ് മെറ്റീരിയൽസിനെ ക്രഷ് ചെയ്യാനാണ് ഗൈറേറ്ററി ക്രഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 4 ഡിഫറൻസുകളാണുള്ളത്. മെയിനായിട്ട് ജോ ക്രഷേഴ്സ് ഇന്റർമീഡിയറ്റ് ആക്ഷന് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജോ ക്രഷേഴ്സ്. ഗൈറേറ്ററി ക്രഷേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ക്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ജോ ക്രഷേഴ്സ് സ്മോളർ കപ്പാസിറ്റി ആണ്, ഗൈറേറ്ററി ക്രഷേഴ്സ് ഹൈ കപ്പാസിറ്റി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കോഴ്സ് ക്രഷിങ്ങിന് യൂസ് ചെയ്യുന്ന ജോ ക്രഷർ ആണെങ്കിൽ ലാർജ് സ്കെയിൽ കോഴ്സ് ക്രഷിങ്ങിനാണ് ഗൈറേറ്ററി ക്രഷേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സിലബസിനകത്ത് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആവറേജ് പാർട്ടിക്കിൾ സൈസ്. ഈ ആവറേജ് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് നോർമലി പല ഡയമീറ്ററുകളിലാണ് പറയുന്നത്. സിലബസിനകത്ത് 2 ഡയമീറ്റേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്: സ്പെസിഫിക് സർഫസ് ഓഫ് മിക്സ്ചർ, വോളിയം സർഫസ് മീൻ ഡയമീറ്റർ. ഇതിനകത്ത് ആദ്യം മീൻ ഡയമീറ്റേഴ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് 3-4 മീൻ ഡയമീറ്റേഴ്സ് ഉണ്ട്. സിലബസിനകത്ത് വോളിയം സർഫസ് മീൻ ഡയമീറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ വോളിയം സർഫസ് മീൻ ഡയമീറ്ററിലേക്ക് വരാനായിട്ട് വേറെയും 3-4 ഡയമീറ്റേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആദ്യത്തത് അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ. അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ, ദിസ് ആദ്യത്തെ ഡയമീറ്റർ. രണ്ടാമത്തത് സർഫസ് മീൻ ഡയമീറ്റർ, സർഫസ് മീൻ ഡയമീറ്റർ. മൂന്നാമത്തത് വോളിയം മീൻ ഡയമീറ്റർ എന്ന് പറയാറുണ്ട്, വോളിയം മീൻ ഡയമീറ്റർ. നാലാമത്തത് വോളിയം സർഫസ് മീൻ ഡയമീറ്റർ, വോളിയം സർഫസ് മീൻ ഡയമീറ്റർ. ഇങ്ങനെ 4 ഡയമീറ്ററുകളാണ്. ഇത് കൂടാതെ വേറെ ഡയമീറ്റർ ഉണ്ട്. നമുക്ക് ഈ വോളിയം സർഫസിലേക്ക് അറൈവ് ചെയ്യാനായിട്ട് ഈ 3 ഡയമീറ്റേഴ്സും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് 3 നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓരോന്ന് നോക്കാം. എന്താണ് വോളിയം സർഫസ് മീൻ ഡയമീറ്റർ? ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ പഠിക്കണം. ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത മെറ്റീരിയൽ, ക്രഷ് ചെയ്ത കുറേ മെറ്റീരിയൽസ് നമ്മളൊരു സ്ക്രീനിൽ കൂടെ പറഞ്ഞു വിടുകയാണ്. ഈ സ്ക്രീനിന്റെ മുകളിൽ റീറ്റെയിൻ ചെയ്യുന്നതിനെ ഓവർ സൈസ് പാർട്ടിക്കിൾസ് എന്ന് പറയാറുണ്ട്. അതും താഴോട്ട് നമുക്ക് സിലബസിനകത്തുണ്ട്, സ്ക്രീനിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ മുകളിൽ റീറ്റെയിൻ ചെയ്യുന്നതിനെ ഓവർ സൈസ് പാർട്ടിക്കിൾസ് എന്ന് പറയാറുണ്ട്, ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾ. സ്ക്രീനിൽ കൂടെ പാസ് ചെയ്ത് താഴേക്ക് വരുന്നതിനെ നമ്മൾ അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയാറുണ്ട്, അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിൾസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആവറേജ് ഡയമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നോർമലി അരിത്തമാറ്റിക് മീൻ ഡയമീറ്ററിനെ D10 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, D10 ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ. അത് സിംപ്ലി വേറെ ഒന്നുമല്ല, സം ഓഫ് ഡയമീറ്റേഴ്സ് ഇൻ സം ഓഫ് നമ്പേഴ്സ്. ഇതിനെയാണ് നമ്മൾ മീൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്ക്രീനിന്റെ സൈസ്, ഈ സ്ക്രീൻ ഒരു 10 മൈക്രോൺ സ്ക്രീൻ സൈസ് ആണെന്ന് വിചാരിക്കും. സോ ഇതിന്റെ അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 10 മൈക്രോണിനെക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും, 10 മൈക്രോണിനെക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും. 10 മൈക്രോണിനെക്കാളും കൂടിയ പാർട്ടിക്കിൾസ് ആയിരിക്കും ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളോട് അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇതിന് ഈ ഒരു മുകളിൽ റീറ്റെയിൻ ചെയ്ത ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസിന്റെ മീൻ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻടു ഡയമീറ്റർ, അത് ഓരോ പാർട്ടിക്കിളും ഒരു പാർട്ടിക്കിൾ എടുക്കുന്നു, അതിന്റെ ഡയമീറ്റർ എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി
D20 എന്ന് പറയുന്നത് ഡയമീറ്റർ 20. അപ്പൊ ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് ആയിട്ട് അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ എന്ന് ചോദിക്കണമെന്നില്ല. അതുകൊണ്ടാണ് D10 D20 എന്നും കൂടി പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തത് സർഫസ് മീൻ ഡയമീറ്റർ. സർഫസ് മീൻ ഡയമീറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സർഫസ് ഏരിയ മുകളിൽ വരും, അതേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. താഴെ സിഗ്മയുടെ കൂടെ എന്നിന്റെ കൂടെ ഡിയും വരും. സോ ദിസ് ഈസ് ആക്ച്വലി സർഫസ് മീൻ ഡയമീറ്റർ. ഇവിടെ ഡയമീറ്ററിനെ അല്ലെങ്കിൽ ഈ ഒരു ഡയമീറ്ററിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയയുടെ ഇക്വേഷനകത്ത്, ഏരിയയുടെ ഇക്വേഷനകത്ത് എപ്പോഴും സ്ക്വയർ വരും. അതുകൊണ്ട് ഇവിടെ ഈ ഡയമീറ്ററിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് സർഫസ് ഏരിയ ആണ്. ഇനി നോർമലി വോളിയം മീൻ ഡയമീറ്ററിനെ നമ്മൾ D43 എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ D43. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഇത് എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സിഗ്മ NB⁴. സോ ആ 4 ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് വോളിയം മീൻ ഡയമീറ്റർ ഡിവൈഡ് ബൈ സിഗ്മ NBQ. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ 4ഉം ഡിനോമിനേറ്ററിൽ 3. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഈ ഇങ്ങനെ ഇക്വേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഓർത്ത് വെക്കാം. ഇനി ഫൈനലി സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് വോളിയം സർഫസ് മീൻ ഡയമീറ്റർ. വോളിയം സർഫസ് മീൻ ഡയമീറ്റർ നോർമലി ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് D32 എന്നാണ് പറയാറ്. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? സിഗ്മ NB2 അല്ലെ, ന്യൂമറേറ്ററിൽ 3 വന്നു, ഡിനോമിനേറ്ററിൽ NB². അപ്പോൾ ഇങ്ങനെ 4 ഡയമീറ്ററുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇതാണ്. എന്നാൽ ഇതുപോലെ മാത്സിന്റെ ഫോളോയിങ്ങോ അങ്ങനെ എന്തെങ്കിലും തരുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം 4 ഡയമീറ്ററും പഠിച്ചു. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഇവിടെ സർഫസ് ഏരിയ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മൂന്നാമത്തേതിനകത്ത് വോളിയം ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. വോളിയം സർഫസ് മീൻ ഡയമീറ്ററിനാണ് അകത്താണെങ്കിൽ വോളിയത്തിന്റെയും സർഫസ് ഏരിയന്റെയും റേഷ്യോ ആണ് പാർട്ടിക്കിൾ സൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ 4 രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ 4 ഡയമീറ്റേഴ്സ് ഉണ്ട്. പാർട്ടിക്കിൾ സൈസിനെ പറയുന്നത് നോർമലി ഡയമീറ്റേഴ്സിലാണ്. അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ, സർഫസ് മീൻ ഡയമീറ്റർ, വോളിയം മീൻ ഡയമീറ്റർ, വോളിയം സർഫസ് മീൻ ഡയമീറ്റർ. ഇതിനകത്ത് വോളിയം സർഫസ് മീൻ ഡയമീറ്റർ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് പഠിക്കുക. D32 കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ സൈസിനകത്തുനിന്ന് ഇത്രയൊക്കെ തന്നെയാവും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പാർട്ടിക്കിൾ സൈസിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത്രയൊക്കെ തന്നെയായിരിക്കും. ഇനി ഇതിനകത്ത് ഒരു ടേമും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. പാർട്ടിക്കിൾ സൈസിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനും കൂടിയുണ്ട്. സ്പെസിഫിക് സർഫസ് ഏരിയ. സ്പെസിഫിക് സർഫസ് ഏരിയ സ്പെസിഫിക് സർഫസ് ഏരിയ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഏരിയ പെർ മാസ്. സർഫസ് ഏരിയ പെർ മാസ്, ഇതിനെയാണ് സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് നോർമലി പറയാറുള്ളത്. നോർമലി പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ, ഞാൻ സ്പെസിഫിക് സർഫസ് ഏരിയനെ SSA എന്ന് എഴുതുകയാണ്. സ്പെസിഫിക് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതും നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിളുടെ സൈസ് റെഡ്യൂസ് ആവുന്നത് മാത്രം ഞാൻ പറയാനുള്ള കാരണം എന്താ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈസ് റിഡക്ഷൻ മെക്കാനിസംസ് ആണ്. അതുകൊണ്ട് ഡയമീറ്റർ കുറയുമ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇതും നമുക്ക് ഈ പറയുന്ന പോലെ പാർട്ടിക്കിൾ സൈസിൽ നിന്ന്, അല്ലെങ്കിൽ ആവറേജ് പാർട്ടിക്കിൾ സൈസിൽ നിന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇനി അടുത്തത് സൈസ് സെപ്പറേഷൻ. നേരത്തെ പറഞ്ഞിരുന്നു സൈസ് സെപ്പറേഷന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് ഫിൽട്രേഷനാണ്. തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് ഫിൽട്രേഷൻ തന്നെയാണ്. ഇനി സൈസ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് രണ്ടിനും നമ്മൾ ഡിഫറൻസ്, ഫിൽട്രേഷനും സൈസ് അല്ലെങ്കിൽ സൈസ് സെപ്പറേഷനും നമ്മൾ ഡിഫറൻസ്. മിക്കവാറും സൈസ് സെപ്പറേഷനകത്ത് ഈ അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിളും ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളയാൻ പറ്റാത്ത കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. ഫിൽട്രേഷൻ ഒരു പക്ഷെ നമുക്ക് ഈ ഫിൽട്ടർ കേക്ക് പിന്നെ ആവശ്യം ഉണ്ടാവില്ല, ചില സ്ഥലങ്ങളിൽ റീപ്രോസസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നോർമലി സ്ക്രീനിങ്ങിനകത്ത് അല്ലെങ്കിൽ സൈസ് സെപ്പറേഷനകത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞ ഈ ടേമുകളും കൂടി ഒന്ന് ഓർത്തു വെക്കാം. ഒരു ഫിൽട്ടർ എടുക്കാന്ന് വിചാരിക്കും. ഈ ഫിൽട്ടറിൽ നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനെ ഫിൽട്ടർ സ്ക്രീൻസ് എന്നാണ് പറയുന്നത്. ഇതിനെ സ്ക്രീൻസ് എന്നാണ് പറയുന്നത്. സ്ക്രീൻസ്. അപ്പൊ ഈ സ്ക്രീൻസിൽ നമ്മളിത് എന്താ സൈസ് സെപ്പറേഷന് വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിൾസ് താഴേക്ക് വരും. ഇതിനെ നമ്മൾ അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയും. അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിൾസ് മുകളിൽ റീറ്റെയിൻ ചെയ്യുന്ന വലിയ പാർട്ടിക്കിൾസ്, ഈ ഹോളിനേക്കാളും വലിയ പാർട്ടിക്കിൾസിന് നമ്മൾ ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയാറുണ്ട്. ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ. ഇനി സിലബസിനകത്ത് ഈ സൈസ് സെപ്പറേഷനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക്സിനകത്തുള്ള ആദ്യത്തെ സാധനമാണ് ഇത്. അണ്ടർ സൈസ്ഡ് പാർട്ടിക്കിൾസ് എന്താ, ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ് എന്താ എന്നുള്ളത്. ഇനി ഈ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസിന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മുമ്പ് ഫിൽട്രേഷനകത്ത് ഫിൽട്ടർ ക്ലോത്ത് പറഞ്ഞതുപോലെ ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് നമ്മൾ സ്ക്രീൻസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിനെ സ്ക്രീൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈപ്സ് ഓഫ് സ്ക്രീൻസിനെയാണ് നമ്മൾ ടൈലർ സ്ക്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈലർ സ്ക്രീൻസിന്റെ അപ്പർച്ചർ റേഷ്യോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പർച്ചർ റേഷ്യോ എന്താണ്? അപ്പർച്ചർ റേഷ്യോ എന്നുള്ളത് പറയാം. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഞാനൊരു സ്ക്രീന് വരയ്ക്കാൻ ട്രൈ ചെയ്യാം. നമുക്കൊരു സ്ക്രീൻ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ. രണ്ട് മൂന്ന് ടേംസിൽ നിന്ന് ഈ സ്ക്രീൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇതൊരു സ്ക്രീനാണ്. ഇതിനകത്ത് കൂടെയാണ് നമ്മൾ ഈ ക്രഷ് ചെയ്ത മെറ്റീരിയലിനെ പാസ് ചെയ്തിട്ട് അതിന് പാർട്ടിക്കിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പർച്ചർ റേഷ്യോ ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അപ്പർച്ചർ റേഷ്യോ? ഇനി അതുകൂടാതെ മെഷ് നമ്പർ എന്താണെന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്ക്രീനിൽ നിന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസിലുള്ള സാധനങ്ങളാണ് ഈ പറയുന്നത്. എന്താണ് മെഷ് നമ്പർ? ഇനി ടൈലർ സീരീസിന്റെ അല്ലെങ്കിൽ ടൈലർ സ്ക്രീൻസിന്റെ പ്രത്യേകത എന്താണ്? ഈ മൂന്ന് കാര്യങ്ങൾ നോക്കാം. ടൈലർ സ്ക്രീൻസ് എന്താണ്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കാണ്ട്. ഇനി അപ്പർച്ചർ റേഷ്യോ എന്ന് ആദ്യം തുടങ്ങാം. അപ്പർച്ചർ സൈസ്, ഈ ഓപ്പണിംഗ് സൈസിനെയാണ് അപ്പർച്ചർ സൈസ് എന്ന് പറയുന്നത്. ഒരു ഓപ്പണിങ്ങിന്റെ സൈസിനെയാണ് അല്ലെങ്കിൽ ഈ ഓപ്പണിങ്ങിന്റെ ഏരിയനെയാണ് നമ്മൾ അപ്പർച്ചർ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർച്ചർ സൈസ്, ഞാൻ അപ്പർച്ചർ സൈസിന് AFS എന്ന് എഴുതുന്നുണ്ട്. അപ്പർച്ചർ സൈസ് ഡിവൈഡഡ് ബൈ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വയർ ഉണ്ടല്ലോ, ഈ വലിച്ചു കെട്ടിയിരിക്കുന്ന വയർ ഉണ്ടല്ലോ, അതിന്റെ ഡയമീറ്റർ. അപ്പോൾ ഞാൻ ഇത്തിരി കട്ടിക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ വയറിന് ഞാൻ പുറത്തെടുത്തു. ഇതിനൊരു ഡയമീറ്റർ ഉണ്ടല്ലോ, ഈ ഡയമീറ്റർ. അപ്പോൾ അപ്പർച്ചർ സൈസ് ഡിവൈഡഡ് ബൈ ദ ഡയമീറ്റർ ഓഫ് വയർ, ഓക്കെ, യൂസ്ഡ് ഹിയർ. അതിനെയാണ് നമ്മൾ അപ്പർച്ചർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഫോർ ടൈലർ സ്ക്രീൻസിന് ഈ റേഷ്യോ എപ്പോഴും
സ്ക്വയർ റൂട്ട് ഓഫ് 2 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ വേണമെങ്കിൽ എന്താണ് അപ്പർച്ചർ റേഷ്യോ എന്നുള്ളത് വരാം. അപ്പർച്ചർ റേഷ്യോ എന്തായിരുന്നു? അപ്പർച്ചർ സൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓപ്പണിങ്ങിന്റെ സൈസ്. ഈ ഓപ്പണിങ്ങിന്റെ സൈസ് ഓക്കെ ഡിവൈഡഡ് ബൈ വയർ ഡയമീറ്റർ. ഇതിനെയാണ് നമ്മൾ ഈ വയറിന്റെ ഡയമീറ്റർ, ഇങ്ങനെയാണ് നമ്മൾ അപ്പർച്ചർ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആയിരിക്കും എപ്പോഴും ടൈലേഴ്സ് സ്ക്രീൻസിന്. ഓക്കെ, ഇനി ഒരു സംഭവം കൂടെ പഠിക്കാനുണ്ട്, മെഷ് നമ്പർ. ഓക്കെ, മെഷ് നമ്പർ ഞാനൊരു സ്കെയിൽ ഇവിടെ വച്ചിട്ട് 1 ഇഞ്ച് മെഷർ ചെയ്യാണ്. ഓക്കെ, ഇതൊരു സ്കെയിലാണ്, ഇത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് ദാറ്റ് ഈസ് 2.54 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഇത്രയും സെന്റിമീറ്റേഴ്സിനകത്ത് എത്ര ഓപ്പണിംഗ് ഉണ്ട്? ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 2.54-നകത്ത് 3 ഓപ്പണിംഗ് ഉണ്ട്. ഇതിനെയാണ് മെഷ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടെ, നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഇൻ എ ലീനിയർ ഇഞ്ച്, അതിനെയാണ് മെഷ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടെ, അപ്പർച്ചർ റേഷ്യോ പറഞ്ഞു, മെഷ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓപ്പണിങ്സ്. ഇതിനകത്ത് 1, 2, 3, 4, 5 ഓപ്പണിംഗ് ഉണ്ട്. ഇത് 1 ഇഞ്ചാണെന്ന് വിചാരിക്കും, 1 ഇഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെഷ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് തന്നെ വീണ്ടും ക്വസ്റ്റ്യൻസ് വരാം. ഇനി മെഷ് നമ്പർ കൂടുതലാണെങ്കിൽ ഇതിന്റെ സൈസിന് എന്ത് സംഭവിക്കും? കുറയുകയോ കൂടുവോ? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? മെഷ് നമ്പർ 5 ഈസ് ദെയർ, മെഷ് നമ്പർ 10 ഈസ് ദെയർ. ഇതിനകത്ത് ഡയമീറ്റർ കുറഞ്ഞ സ്ക്രീൻ ഏതാണ്? 5-ന് ഡയമീറ്റർ കുറവെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓപ്പണിങ്ങിന്റെ സൈസ് കൂടുതൽ ഏതിനായിരിക്കും? സൈസ് കുറവ് ഏതിനായിരിക്കും? നോക്കിക്കോളൂ, അത് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. 1 ഇഞ്ചില് നമ്പർ ഓഫ് ഓപ്പണിങ്സ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ ചെറുതാവും അല്ലേ? ഇതിനകത്ത് 10 എണ്ണം ഉണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 9, 10. അപ്പോഴങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സൈസ്, ഓപ്പണിംഗ് സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെഷ് നമ്പർ കൂടുതലാണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അത് ഗേറ്റിനും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോ മെഷ് നമ്പർ കൂടുതലാണെങ്കിൽ ഡയമീറ്റർ കുറവായിരിക്കും. ഡയമീറ്റർ ഓഫ് ദ ഓപ്പണിംഗ്, അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയണമെന്നില്ല, സൈസ് ഓഫ് ദ ഓപ്പണിംഗ് കുറവായിരിക്കും. ഓക്കെ, ഇനി മെഷ് നമ്പർ കുറവാണെങ്കിലോ ഡയമീറ്റർ ഓഫ് ദി സൈസ്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദി സ്ക്രീന് കൂടുതലായിരിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെയും പറയാം, ഹയർ മെഷ് നമ്പർ സ്മോളർ ഓപ്പണിംഗ്, സ്മോളർ മെഷ് നമ്പർ ലാർജർ ഓപ്പണിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വാട്ട് ഈസ് സ്ക്രീൻ അനാലിസിസ്? അടുത്ത സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്ക്രീൻ അനാലിസിസ് ആണ്. സ്ക്രീൻസിനെ പറ്റി പറഞ്ഞു. ഇനി സ്ക്രീൻ അനാലിസിസ്. സ്ക്രീൻ അനാലിസിസിൽ സ്ക്രീൻ അനാലിസിസിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഇപ്പം പ്രൊസീജിയർ വൈസ് ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെപ്സ് വേണമെങ്കിൽ ചോദിക്കാം. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് സ്ക്രീൻ അനാലിസിസിൽ ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റെപ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിനകത്തുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
സ്ക്രീൻ അനാലിസിസ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് അറേഞ്ച് ദ സീവ് ഫ്രം ലാർജസ്റ്റ് ഓപ്പണിംഗ് ടു ദ സ്മോളസ്റ്റ് ഓപ്പണിംഗ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു എന്തെങ്കിലും ക്രഷ് ചെയ്ത ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയലിനെ ഡിഫറെന്റ് സൈസ് ആയിട്ട് സോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു ഇൻഡസ്ട്രിയിൽ പല സ്ഥലങ്ങളിലും ആവശ്യമുണ്ട്. ഒരു സംഭവം ക്രഷ് ചെയ്തു, എന്നാൽ അതിനകത്ത് ഡിഫറെന്റ് പാർട്ടിക്കിൾ സൈസുള്ള മെറ്റീരിയൽസ് കാണും, അതിനെ സോർട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അതിനകത്തുള്ള ഡിഫറെന്റ് ഡയമീറ്ററിലുള്ള പാർട്ടിക്കിൾസിന്റെ കൗണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനാണ് നോർമലി സ്ക്രീൻ അനാലിസിസ് ചെയ്യുന്നത്. ആ സ്ക്രീൻ അനാലിസിസിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്ക്രീൻസ് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മുകളിലത്തെ സ്ക്രീനിന്, ഇതൊരു സ്ക്രീനാന്ന് വിചാരിക്കും, ഇതിന്റെ ഓപ്പണിങ് ലാർജ് ആയിരിക്കും. അപ്പോൾ ലാർജ് ഓപ്പണിംഗ് ആയിരിക്കും. ഇത് തൊട്ട് താഴെ അടുത്ത സ്ക്രീൻ വെക്കും. ഓക്കെ, അവിടെ ഓപ്പണിംഗ് എന്ത് ചെയ്യും, കുറച്ച് ചെറുതാക്കും. ഓക്കെ, ഇനി ഇതുപോലെ 5 or 6 സ്ക്രീനുകൾ വെച്ചിട്ടുണ്ടാവും. അവസാനം ഇത് കളക്ട് ചെയ്യാൻ, ഏറ്റവും ചെറിയ ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ള ബിന്നും വച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഫീഡ് ഇടും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രീൻസിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്രീൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ലാർജർ ഓപ്പണിങ്സ് മുകളിൽ വരണം. ലാർജർ ഓപ്പണിങ്സ് മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ മെഷ് നമ്പർ, ലാർജർ ഓപ്പണിങ്സ് മുകളിൽ വരിക എന്ന് പറഞ്ഞാൽ മെഷ് നമ്പർ എങ്ങനെ ഉണ്ടാവണം, കുറഞ്ഞിരിക്കണം. ഓക്കെ, മെഷ് നമ്പർ കുറഞ്ഞിരിക്കുന്ന സീവ്സ് മുകളിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഞാൻ 3 ട്രേസ് വെച്ചിരിക്കുന്നത്, ഇതിന്റെ മുകളിൽ നിന്ന് ഫീഡിന് കൊടുക്കുക ചെയ്യുന്നു. ഓക്കെ, ഇനി സാമ്പിൾ മുകളിൽ വെക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് ഫീഡ് മുകളിൽ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നു. ഈ ഒരു മെക്കാനിസത്തിനകത്ത് ഇതിനെ ഫീഡ് ചെയ്യണം. സ്ക്രീൻ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തത് ഫീഡിങ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി സ്റ്റെപ്പ് 3-നകത്ത് ചെറിയ മെറ്റീരിയൽ, ചെറിയ സാമ്പിളിംഗ് ഒക്കെ ആണെങ്കിൽ ഹാൻഡ് ഷേക്ക് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ ഷേക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫുൾ മെക്കാനിസത്തിനെ നമ്മൾ ഒരു ഷേക്കിംഗ് മെക്കാനിസത്തിനകത്ത് വെച്ച് ഷേക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഷേക്കിംഗ് ഫോർ ഇംപ്രൂവ് സ്ക്രീനിങ്. ഷേക്കിംഗ് ചെയ്യുന്നത് എന്തിനാണ്, ഇംപ്രൂവ് ചെയ്യാനാണ്, സ്ക്രീനിങ്ങിന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതും ചോദിക്കുക, എന്തിനാണ് സ്ക്രീൻ അനാലിസിസിനകത്ത് ഷേക്കിംഗ് ചെയ്യുന്നത്? ടു ഇംപ്രൂവ് ദ സ്ക്രീൻസ്, ഇംപ്രൂവ് ദ സ്ക്രീനിങ് പ്രോസസ്. ഓക്കെ, സ്റ്റെപ്പ് 1 അറേഞ്ച് ചെയ്യുക, സ്റ്റെപ്പ് 2 ഫീഡ് ചെയ്യുന്നു, സ്റ്റെപ്പ് 3 ഷേക്ക് ചെയ്യുന്നു. ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രെയിനെല്ലാം സെപ്പറേറ്റ് എടുക്കുന്നു. ആദ്യത്തെ ട്രേ, രണ്ടാമത്തെ ട്രേ, മൂന്നാമത്തെ ട്രേ. ഓക്കെ, ഇനി ഇതിനകത്ത് റീറ്റെയിൻ ചെയ്ത മെറ്റീരിയൽസിനെ വെയ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതുകൂടാതെ നോർമലി ഒരു ട്രേയും കൂടെ കാണും, ബിന്നും കൂടെ കാണും അല്ലെ. ഏറ്റവും ഫൈൻ പാർട്ടിക്കിൾസ് കളക്ട് ആവുന്നത് ഏറ്റവും താഴത്തെ ബിന്നിലാണ്. ഈ ബിന്നിലായിരിക്കും ഏറ്റവും ഫൈൻ പാർട്ടിക്കിൾസ് കളക്ട് ആവുന്നത്. ഇവിടെ കുറച്ചും കൂടെ വലിയ സൈസ് ആയിരിക്കും. ഇവിടെ കുറച്ചും കൂടെ വലിയ സൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും കളക്ട് ആവുന്നത്. ഈ ഭാഗത്ത് കുറച്ചും കൂടെ ഏറ്റവും വലിയ മെറ്റീരിയൽസ് അവിടെ ആയിരിക്കും കളക്ട് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് കിട്ടിയ സോളിഡ്സിനെല്ലാം വെയിറ്റ് എടുക്കുക എന്നുള്ളതാണ്. വെയിങ് മെഷീൻസ് യൂസ് ചെയ്ത് വെയിറ്റ് എടുക്കുക. ഇനി ഇതിൽ നിന്ന് ഓരോ ട്രെയിലും റീറ്റെയിൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതും ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. പെർസെൻറ്റേജ് റീറ്റെയിൻഡ്, ഓരോ ട്രെയിലിൽ റീറ്റെയിൻ ചെയ്ത മെറ്റീരിയലിന്റെ പെർസെൻറ്റേജ്. നോർമലി വെയിറ്റ് തന്നെയാണ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്റ്റെപ്സ് ഒന്നും കൂടെ പറയാതെ കഴിഞ്ഞിട്ട് നമുക്ക് ഇറേസ് ചെയ്തിട്ട് അതിനോടേക്ക് പോവാണ്. അപ്പോൾ സ്റ്റെപ്സിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് അറേഞ്ച് ചെയ്യുമ്പോൾ ഹോൾ സൈസ് വലിയത് മുകളിലോട്ട് വരണം, മെഷ് നമ്പർ കുറഞ്ഞത് മുകളിൽ വരണം. ഓക്കെ, മെഷ് നമ്പർ കൂടിയത് താഴേക്ക് വരിക, അല്ലെങ്കിൽ ഹോൾ സൈസ് കുറഞ്ഞത് താഴേക്ക് വെക്കണം.
അതാണ് അറേഞ്ച്മെന്റിന്റെ മെത്തേഡ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫീഡ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീൻ അനാലിസിസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്ക്രീനിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഷേക്ക് ചെയ്യുക. മെക്കാനിക്കൽ ഷേക്കേഴ്സ് ഓർ സാമ്പിൾ സ്മോൾ ഹാൻഡ് ഷേക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. ചെറിയ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ, ചെറിയ ട്രേസ് ഒക്കെ ആണെങ്കിൽ കൈകൊണ്ട് ഷേക്ക് ചെയ്താലും മതി. സ്ക്രീൻ അനാലിസിസിന്റെ ഭാഗമായിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. ഇനി അടുത്തെന്താ, ഓരോ ട്രെയിലും റീറ്റെയിൻ ചെയ്ത പാർട്ടിക്കിൾസിനെ എടുക്കുക, അതിനെ വെയ് ചെയ്ത് നോക്കുക. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതിൽ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്. അപ്പൊ വെയിങ് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പിലാണ്? സ്റ്റെപ്പ് 4ലാണ്. ഇനി ഇതിൽ നിന്ന് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് കണ്ടുപിടിക്കുക. ഓരോ ട്രെയിലും റീറ്റെയിൻ ചെയ്ത പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അതിന് സിമ്പിൾ ഇക്വേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ ട്രെയിൽ റീറ്റെയിൻ ചെയ്ത പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആ രണ്ടാമത്തെ ട്രെയിൽ കളക്ട് ചെയ്ത മാസ് റീറ്റെയിൻഡ് അറ്റ് ട്രേ 2, ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫീഡ്, അല്ലെങ്കിൽ മൊത്തം എത്ര മാസാണ് ഫീഡ് ചെയ്തത്, ടോട്ടൽ ഫീഡ് ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് അറ്റ് ദിസ് പർട്ടിക്കുലർ ട്രേ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെറിയ വാല്യൂസ് ഒക്കെ തന്നിട്ട് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്നൊക്കെ ചോദിക്കാം. സോ പെർസെൻറ്റേജ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ഓഫ് മാസ് നമുക്ക് ആ രണ്ടാമത്തെ സ്ക്രീനിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്ക്രീനിൽ റീറ്റെയിൻ ചെയ്യുന്നത് ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അതിൽ നിന്ന് താഴേക്ക് വന്ന് രണ്ടാമത്തെ സ്ക്രീനിന്റെ മുകളിൽ റീറ്റെയിൻ ചെയ്യുന്ന രണ്ടാമത്തെ സ്ക്രീനിന്റെ ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. എന്നാൽ രണ്ടാമത്തെ സ്ക്രീനിന്റെ അണ്ടർ സൈസ് പാർട്ടിക്കിൾസ് എങ്ങോട്ട് പോകുന്നു? മൂന്നാമത്തെ ട്രെയിൽ പോകുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്ക്രീൻ അനാലിസിസിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഉള്ളത്? മെയിനായിട്ട് നമ്മളൊരു ന്യൂമറിക്കലായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യന് പെർസെൻറ്റേജ് റീറ്റെയിൻഡും കൂടെയാണ്. അടുത്തത് സ്ക്രീൻ കപ്പാസിറ്റി. സ്ക്രീൻ കപ്പാസിറ്റിയും ഈ കപ്പാസിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും, ഇത് രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. എന്താണ് സ്ക്രീൻ കപ്പാസിറ്റി? ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രീൻ കപ്പാസിറ്റി പറയുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്ക്രീനിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കാം. ഒരു സ്ക്രീൻ വരയ്ക്കാം. ഓക്കെ, ഈ സ്ക്രീനിനകത്ത് നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് ഫീഡ് കൊടുക്കുന്നുണ്ട്. ഈ പർട്ടിക്കുലർ ഫീഡിനെ, അല്ലെങ്കിൽ എത്ര എമൗണ്ട്, കപ്പാസിറ്റി നോർമലി പറയുന്നത് എത്ര എമൗണ്ട് എന്നാണ്. കപ്പാസിറ്റി പറയുന്നത് എമൗണ്ട് ഓഫ് ഫീഡ് എന്നാണ്. എമൗണ്ട് ഓഫ് ഫീഡ് ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് പെർ യൂണിറ്റ് സ്ക്രീൻ ഏരിയ. ഒരു യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര എമൗണ്ട് ഓഫ് ഫീഡ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അതാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഏരിയ ഉണ്ട്, ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഫീഡ്, ഞാൻ ഫീഡ് എന്ന് മാത്രം എഴുതാം. എമൗണ്ട് ഓഫ് ഫീഡ് ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് പെർ യൂണിറ്റ് ഏരിയ പെർ ടൈം. അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതേ കൂടെ നോർമലി ഈ എമൗണ്ട് ഓഫ് ഫീഡ് എന്ന് പറയുന്നത് kgsലാണ് പറയുന്നത്. അപ്പോൾ കിലോഗ്രാം പെർ യൂണിറ്റും ചോദിക്കാം, മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഇതായിരിക്കും അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എമൗണ്ട് ഓഫ് ഫീഡ് ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഇതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിന് അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അഫ്കോഴ്സ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നതാണ്. ഏരിയ ഓഫ് സ്ക്രീന്, രണ്ടാമത്തത് പാർട്ടിക്കിൾ സൈസ്, ഫീഡിന്റെ പാർട്ടിക്കിൾ സൈസ്, അതൊരു എഫക്റ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടറാണ്?
കപ്പാസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഏരിയ, രണ്ടാമത്തത് പാർട്ടിക്കിളുടെ സൈസ്, മൂന്നാമത്തത് ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ. ഈ ഷേപ്പ് എങ്ങനെയാണ് കപ്പാസിറ്റി എഫക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയലിന് പ്യൂർ ആയിട്ടൊരു ഒരു സ്ഫെറിക്കൽ ഷേപ്പ് വരണമെന്നൊന്നുമില്ല. അപ്പോ എഡ്ജസ് കാണാം. അപ്പൊ ഈ എഡ്ജസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ ക്ലോഗ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് ഓവറോൾ കപ്പാസിറ്റീനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി മോയ്സ്ചർ, അപ്പോൾ ഷേപ്പ് ഇതൊരു ഡിസൈഡിങ് ഫാക്ടറാണ്. നമ്മുടെ ഫീഡിനകത്തുള്ള ഫീഡിനകത്ത് മോയ്സ്ചർ കൂടുതലാണെങ്കിൽ കപ്പാസിറ്റി അത് കുറയ്ക്കും, ക്ലോഗിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ്, ഫീഡ് റേറ്റ്, നമ്മൾ ഫീഡ് ചെയ്യുന്ന റേറ്റ്, ഫീഡിന്റെ നേരത്തെ പറഞ്ഞ ഏരിയ ആയിരുന്നു. അപ്പൊ ഫീഡ് ചെയ്യുന്ന റേറ്റ്, അത്യാവശ്യം നല്ല സ്പീഡിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റി കുറയും. ഫീഡ് റേറ്റ്, ഇനി സ്ക്രീൻസ് നോർമലി ഞാൻ നേരത്തെ കാണിച്ചത് പറഞ്ഞ സ്ക്രീൻസ് ഹൊറിസോണ്ടലി അലൈൻഡ് ആയിരുന്നു അല്ലെ, ഇങ്ങനെയാണ് സ്ക്രീൻസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പല ഇൻഡസ്ട്രിയൽ സിനാരിയോയിൽ അങ്ങനെ തന്നെ ആവണമെന്നില്ല. സ്ക്രീൻസ് പല ആംഗിളിൽ ചരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ വെച്ചിട്ട് ഇവിടെ നിന്ന് ഫീഡ് ചെയ്യുന്നുണ്ടാവും. സോ ആംഗിൾ ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഇൻക്ലിനേഷൻ, ഈ ആംഗിൾ കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ ഷേക്കേഴ്സ് വെച്ച് ഷേക്ക് ചെയ്യാന്നാ പറഞ്ഞു. ഇനി അതിൽ നമ്മൾ കൊടുക്കുന്നത് ഷേക്കേഴ്സ്, മെക്കാനിക്കൽ ഷേക്കേഴ്സ് കാണാം, വൈബ്രേറ്റേഴ്സ് കാണാം, വൈബ്രേറ്റിംഗ് ഷേക്കേഴ്സ് കാണാം. അപ്പൊ ഈ ഷേക്കേഴ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരാം. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് അഫക്റ്റിംഗ് ദി സ്ക്രീൻ കപ്പാസിറ്റി. അപ്പോൾ ഇങ്ങനെ 4-5 നമ്മൾ പഠിച്ചു വെക്കുക. ഇതിനകത്ത് സ്ക്രീൻ ഏരിയ, പാർട്ടിക്കിൾ സൈസ്, ഷേപ്പ്, മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ ഫീഡ്, സ്ക്രീനിന്റെ ഇൻക്ലിനേഷൻ, വൈബ്രേഷൻസ്, ഓപ്പണിംഗ് സൈസ്. ഇതൊക്കെ എന്തിനെ എഫക്ട് ചെയ്യാം? സ്ക്രീനിന്റെ കപ്പാസിറ്റിയെ എഫക്ട് ചെയ്യാം. അപ്പൊ കപ്പാസിറ്റി എന്താണെന്ന് പഠിച്ചു, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു. കപ്പാസിറ്റിയും എഫിഷ്യൻസിയും രണ്ട് സംഭവങ്ങളാണ്. അപ്പോൾ രണ്ടിനും കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എന്താണ് കപ്പാസിറ്റിയും തന്നിട്ട് അതും ഉത്തരം എഫിഷ്യൻസി എന്ന രീതിയിലും ഓപ്ഷൻസിനകത്ത് കാണാം. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്നും കൂടെ വൃത്തിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്ക്രീൻ എഫിഷ്യൻസിയും കൂടെ വൃത്തിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്ക്രീൻ എഫിഷ്യൻസി എന്നുള്ളത് നോക്കാം. ഓക്കെ, കപ്പാസിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞു. എമൗണ്ട് ഓഫ് ഫീഡ് ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി എഫിഷ്യൻസി, അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. ഹൗ എഫക്റ്റീവ്ലി ദ സ്ക്രീൻ സെപ്പറേറ്റ് ദ ഡിസൈഡ് ഫ്രാക്ഷൻസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറെ പാർട്ടിക്കിൾ സൈസുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇങ്ങനെ കുറെ ക്രഷ് ചെയ്തതിനകത്ത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സ്ലീവിനകത്ത് കൂടെ നമ്മളതിനെ ഫിൽട്ടർ ചെയ്യുകയല്ല, നമ്മളതിനെ സ്ക്രീൻ ചെയ്യുകയാണ്. അപ്പൊ ഇതിനകത്ത് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആണല്ലോ മുകളിൽ നിൽക്കുന്നത് അല്ലെ. അണ്ടർ സൈസ് പാർട്ടിക്കിൾസ് ചെറുതേക്ക് വരും. അഫ്കോഴ്സ് ഇതിൽ അണ്ടർ സൈസ് പാർട്ടിക്കിൾസ് താഴേക്ക് വരുന്നതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. പക്ഷേ ഓവർ സൈസ് പാർട്ടിക്കിൾസിന്റെ കൂടെ ചിലപ്പോൾ
ചെറിയ 1-2 പാർട്ടിക്കിൾസ് മുകളിൽ ട്രാപ്പ് ആയി ഉണ്ടാവും. അപ്പോൾ ഇത് എഫിഷ്യൻസിനെ ബാധിക്കും. ഓക്കെ, അപ്പം അവിടെ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓപ്ഷൻസിനകത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇറ്റ് മെഷേഴ്സ് ഹൗ എഫക്റ്റീവ്ലി ദ സ്ക്രീൻ സെപ്പറേറ്റ് ദ ഡിസൈർഡ് ഫ്രാക്ഷൻസ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഫ്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 2 എണ്ണം മുകളിൽ റീറ്റെയിൻ ചെയ്തു അല്ലെ. ദാറ്റ് മീൻസ് 80% അതിന് എഫിഷ്യൻസി ഉണ്ട്. 80% ആയിട്ട് 80% അത് കറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. പക്ഷെ 20% അതിനകത്ത് എറർ കാണിച്ചു അല്ലെ. 2 പാർട്ടിക്കിൾ മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തില്ലേ. ഓക്കെ, അപ്പോ ഇതിന് 2 രീതിയിൽ പറയാം. ഓവർസൈസ് പാർട്ടിക്കിൾസ്, ഫോർ എക്സാമ്പിൾ ഈ സ്ക്രീനിനകത്ത് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. സ്ക്രീന് കുറെ കാലമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഒരു പൊട്ടലുണ്ടെന്ന് വിചാരിക്കും. അവിടെ നിന്ന് സംഭവിക്കും. ബാക്കി സ്ക്രീനിന്റെ സൈസൊക്കെ ചെറുതാണ്. അതുവഴി വേണമെങ്കിൽ ഓവർസൈസ് പാർട്ടിക്കിളും താഴെ വരാം. അപ്പം എഫിഷ്യൻസി പറയുമ്പം നമ്മൾ ആൻസറിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഓപ്ഷൻസിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ദർ ഈസ് സംതിങ് റിലേറ്റഡ് ടു ഹൗ എഫക്റ്റീവ്ലി ദ സ്ക്രീൻ സെപ്പറേറ്റ് ദ ഡിസൈഡ് സൈസ് ഫ്രാക്ഷൻസ് എന്നുള്ളതാണ്. ഇത് 2 രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം ഡിസൈഡ് അണ്ടർസൈസ്ഡ് പാർട്ടിക്കിൾസ് മാക്സിമം താഴേക്ക് പോവും, മാക്സിമം ഓവർസൈസ്ഡ് പാർട്ടിക്കിൾസ് മുകളിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഹൈ എഫിഷ്യൻസി ആണ്. ഓക്കെ, ഒരേ കൂടെ മാക്സിമം അണ്ടർസൈസ്ഡ് പാർട്ടിക്കിൾസ് താഴോട്ടും മാക്സിമം ഓവർസൈസ്ഡ് പാർട്ടിക്കിൾസ് മുകളിലാണെങ്കിൽ അതിന് നമ്മൾ ഹൈ എഫിഷ്യൻസി എന്ന് പറയാം. അപ്പൊ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കാം. അപ്പോൾ ഈ 2 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഈ കപ്പാസിറ്റി എഫിഷ്യൻസിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. കപ്പാസിറ്റി എഫിഷ്യൻസി. ഓക്കെ, അപ്പൊ അതിന് ഒരു ഫീഡ് റേറ്റ് ഹൈ ആണെങ്കിൽ, ഫീഡ് റേറ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്, ഫീഡ് റേറ്റ് ഹൈ ആണെങ്കിൽ നമ്മൾ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഫീഡ് റേറ്റ് ഒരു പരിധി വരെ, ഒപ്റ്റിമം ഫീഡ് റേറ്റ് ആണെങ്കിൽ കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്, ബട്ട് ഇറ്റ് മേ എഫക്ട് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ, അപ്പോൾ ഇത് 3ഉം കൂടെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് മാത്രമേ വരുള്ളൂ. ഒന്ന്, ഫീഡ് റേറ്റ് കൂടുതലാണെങ്കിൽ, if there is a very high feed rate, it may increase capacity but decreases efficiency. അങ്ങനെ സംഭവിക്കാം. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. ഫീഡ് റേറ്റ് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി നമുക്ക് ഒരു പരിധി വരെ കൂട്ടാൻ പറ്റും, എന്നാൽ എഫിഷ്യൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി അത് കഴിഞ്ഞിട്ട് സ്ക്രീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടാണ് ആ സിലബസിൽ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സ്ക്രീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഇൻസ്ട്രുമെന്റ്സ്. ആദ്യത്തേത് ഗ്രിസ്ലേഴ്സ്. ഇനി രണ്ടാമത്തത് വൈബ്രേറ്റിംഗ് സ്ക്രീൻ. ഈ ഗ്രിസ്ലേഴ്സിനകത്ത് തന്നെ ഉള്ള ക്ലാസിഫിക്കേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രാമൽസും ഷേക്കിംഗ് സ്ക്രീൻസും ഒക്കെ ഗ്രിസ്ലീസിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് വൈബ്രേറ്റിംഗ് സ്ക്രീൻസ്. ഇത് 3 ഇൻസ്ട്രുമെന്റ്സ് ആണ്. നേരത്തെ നമ്മൾ കുറെ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പഠിച്ചല്ലോ. ജോ ക്രഷേഴ്സ്, ഗൈറട്രി ക്രഷേഴ്സ് എന്നൊക്കെ പഠിച്ചതുപോലെ പഠിക്കേണ്ട 2-3 ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതൊക്കെ. അപ്പം ഈ ഗ്രിസ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാരൽ ബാർസ് ആയിരിക്കും. നോർമലി അത്യാവശ്യം സൈസ് കൂടിയ മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പാരൽ ബാർസ്. ഇങ്ങനെ ഇതിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, പാരൽ ബാറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിന്റെ സ്ക്രീൻ. ഓക്കെ, ഇതിനെയാണ് ഗ്രിസ്ലേഴ്സ് എന്ന് പറയുന്നത്. നോർമലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോസ് മെറ്റീരിയൽസിന്റെ സ്ക്രീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ലാർജ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രിസ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പാരലൽ ബാർസ്.
അപ്പോൾ ഇതിലെ ഒരു ടേം നമുക്ക് ചോദിക്കാവുന്നത് പാരലൽ ബാർസ്. ഓക്കെ, പാരലൽ ബാർസ്. ഈ ബാർസ് ഇതിൽ പാരലൽ ബാർസ് എവിടെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രിസ്ലെസിനാണ് നോർമലി ഉള്ളത്. ഇനി ട്രോമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി റൊട്ടേറ്റിംഗ് സിലിണ്ടറിക്കൽ സ്ക്രീൻസ് ആണ്. പാരലൽ ബാർസ് ആണെങ്കിൽ നമുക്ക് അതിനെ ഗ്രിസ്ലെസ് എന്ന് പറയാം. ഇനി ട്രോമൽസ് റൊട്ടേറ്റിംഗ് സിലിണ്ടറിക്കൽ സ്ക്രീൻസ് ആണ്. അപ്പോൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സ്ക്രീനുകളായിരിക്കും ഇത്. നോർമലി ഇത് കണ്ടിന്യൂസ് സ്ക്രീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെയും പോസ്റ്റ് മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കണ്ടിരിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാൻഡ് ഫിൽറ്റേഴ്സ് ഒക്കെ റീസെന്റ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഇങ്ങനെ ഒരു സിലിണ്ടർ, ഈ സിലിണ്ടർ ആക്ച്വലി നെറ്റുള്ള സിലിണ്ടർ ആയിരിക്കും. ഓക്കെ, സാൻഡ് ഒക്കെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്, ഗ്രേവിലൊക്കെ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് ട്രോമൽസ് എന്ന് പറയുന്ന ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതിനെ നമ്മൾ ട്രോമൽസ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് കൂടെ ഫീഡ് ചെയ്യും, വേറൊരു സ്ഥലത്ത് കൂടെ പ്രൊഡക്റ്റ് പുറത്ത് കിട്ടും, അല്ലെങ്കിൽ അണ്ടർ സൈസ്ഡ് ഓവർ സൈസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെയാണ് ട്രോമൽസ് എന്ന് പറയാം. അപ്പൊ ഇതിനകത്തും ഇപ്പോൾ ഒരു പാർട്സ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നെങ്കിൽ സ്ക്രീൻ ഉണ്ട്, റൊട്ടേറ്റിംഗ് മെക്കാനിസംസ് കാണും, അണ്ടർ സൈസ്ഡ് കളക്ട് ചെയ്യാനുള്ള സ്ഥലം കാണും, ഓവർ സൈസ്ഡ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള സ്ഥലം കാണും. അപ്പോൾ പാർട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റും. ഇനി അടുത്തത് ട്രോമൽസ് കഴിഞ്ഞാൽ അടുത്തത് ഷേക്കിംഗ് സ്ക്രീൻസ്. ഷേക്കിംഗ് സ്ക്രീൻസ് എന്താണെന്നുള്ളത്, ഷേക്കിംഗ് സ്ക്രീൻസിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. അത് മെക്കാനിക്കലി ഷേക്ക് ചെയ്യുന്നത് കൊണ്ട് വൈബ്രേറ്റിംഗ് സ്ക്രീൻസും ഉണ്ട്. ഇത് അധികവും ബാച്ച് വൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സുകളിൽ യൂസ് ചെയ്യുന്ന ഷേക്കിംഗ് സ്ക്രീൻസും ഉണ്ട്. സ്ക്രീനുകൾ അറേഞ്ച് ചെയ്ത് വെക്കുവോ, സ്ക്രീനുകൾ അറേഞ്ച് ചെയ്ത് വെക്കിട്ട് അതിന് ഒരു മെക്കാനിക്കൽ മെക്കാനിസം വെച്ച് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഡിവൈസ് വെച്ചിട്ട് സ്ക്രീൻസ് അറേഞ്ച് ചെയ്യുന്നു, സ്ക്രീൻസിനെ അറേഞ്ച് ചെയ്യുന്നു, ഇതിനെ ഒരു മെക്കാനിസം വെച്ച് ഷേക്ക് ചെയ്യുന്നു, ഹോൾ മെക്കാനിസം വെച്ച് ഷേക്ക് ചെയ്യുന്നു. ഇതിനെ ഷേക്കേഴ്സ് എന്ന് പറയും. ഇനി ഇത് നമ്മൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ളത് ബാഗിങ് മെഷീൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ ബാഗിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഈ ഷേക്കിംഗ് സ്ക്രീൻസും വൈബ്രേറ്റിംഗ് സ്ക്രീൻസും. വൈബ്രേറ്റിംഗ് സ്ക്രീൻസിന് ഈ മോഷൻ ഇച്ചിരി കുറവായിരിക്കും, ഈ ഒരു ഇതിനെ മൂവ് ചെയ്യുന്നത് ഇച്ചിരി കുറവായിരിക്കും. അതായത് വൈബ്രേറ്റ്, ഇതിന്റെ താഴെ ഒരു പ്ലേറ്റ് ആണ്, വൈബ്രേറ്റിംഗ് പ്ലേറ്റ് ആണ്, ആ പ്ലേറ്റ് വെച്ചിട്ടായിരിക്കും ഈ ഫുൾ മെക്കാനിസത്തിനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഷേക്കിങ്ങിനാണെങ്കിൽ ഒരുവിധം എല്ലാം നേരത്തെ നമ്മൾ ഫ്ലൈ വീലിൽ കണ്ടതുപോലെ ഒരു ഫ്ലൈ വീൽ കണക്ട് ചെയ്ത് അതിനെ നല്ലവണ്ണം മൂവ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതാണ് നോർമലി ഈ വൈബ്രേറ്റിംഗ് സ്ക്രീൻസും ഷേക്കിംഗ് സ്ക്രീൻസിനും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിനകത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഈ ട്രോമൽസ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റൊട്ടേറ്റിംഗ് സിലിണ്ടേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഹൊറിസോണ്ടൽ, ബാക്കിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം വെർട്ടിക്കൽ സിലിണ്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ട്രോമൽസ് മാത്രം ഇതിനകത്ത് ട്രാമൽസ് എന്നായിരിക്കും നോർമലി അതിനെ ട്രോമൽസ് എന്നാണ് പറയാറ്. അപ്പോൾ സിലബസിനകത്ത് തെറ്റിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ട്രോമൽസിന് ഇത് ഹൊറിസോണ്ടൽ സിലിണ്ടേഴ്സ് പോലെ ആയിരിക്കും ട്രോമൽസിന്റെ സൈസ് സെപ്പറേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയുള്ള മെക്കാനിസം. അപ്പം ആ ഒരു ഡിഫറൻസ് മാത്രം ശ്രദ്ധിക്കുക. ഈ വൈബ്രേറ്റിംഗ് സ്ക്രീൻസ് പഠിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അല്ല, ഗ്രിസ്ലേഴ്സ് ആക്ച്വലി പാരൽ ബാറുകളാണ്. അപ്പൊ അതിനകത്ത് ഈ ക്രോസ് കണക്ഷൻ ഇല്ല, വെറുതെ ഇങ്ങനെ കുറെ ബാറുകളായിരിക്കും. ഓക്കെ, ഈ ബാറിനകത്ത് കൂടെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഒരു സൈസ് സെപ്പറേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടെ നമ്മൾ മുകളിൽ ഓവർ സൈസ്ഡ് മെറ്റീരിയൽ റീറ്റെയിൻ ചെയ്യും, താഴെ അണ്ടർ സൈസ് പാർട്ടിക്കിൾസ് പോകും. എന്നാൽ വൈബ്രേറ്റിംഗ് സ്ക്രീൻസിലും അതുപോലെ ഷേക്കിംഗ് മെക്കാനിസത്തിലും ഒക്കെ ഇതിനകത്ത് സ്ക്രീൻസ് ഉണ്ട്.
ട്രോമല് മാത്രം ഹൊറിസോണ്ടൽ ആയിരിക്കും. അതിനെ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും അതിനെ പ്ലേസ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ഇൻക്ലിനേഷനും കാണും, ഒരു ചെറിയ ഇൻക്ലിനേഷനും കാണും ട്രോമൽസിന്. അപ്പൊ ഇതിനകത്ത് ഇൻക്ലിനേഷൻ ഉള്ള സ്ക്രീൻ ഏതാന്നൊക്കെ ചോദിക്കാം വേണമെങ്കിൽ. ഓക്കെ, അടുത്ത ഒരു വലിയ ടോപ്പിക്കാണ് എയർ സെപ്പറേഷൻ. എയർ സെപ്പറേഷൻ മെത്തേഡ്സ്. ഇവിടെയും ഇനി ഞാൻ കൂടുതലായിട്ട് റെഫറൻസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രിസ്ലേഴ്സിന്റെയും ട്രോമൽസിന്റെയും ഷേക്കിംഗ് സ്പ്രിങ്സിന്റെയും വൈബ്രേഷൻ സ്പ്രിങ്സിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള 2-3 പാർട്ടുകൾ പഠിച്ചു വെക്കാം. എന്തൊക്കെ ഉണ്ടെന്നുള്ള പാർട്ടുകൾ പഠിച്ചു വെക്കാം. ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, കവർ ചെയ്തിരുന്നു. എന്നാലും സ്ക്രീൻ ഉണ്ട്, റൊട്ടേറ്റിംഗ് മെക്കാനിസംസ് കാണും, വൈബ്രേറ്റിംഗ് പ്ലേറ്റ്സ് കാണും. അപ്പൊ ഇതല്ലാതെ 1-2 കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത്, നിങ്ങൾക്ക് നോട്ട്സിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 1-2 പോയിന്റ്സും കൂടെ ആഡ് ചെയ്ത് വെക്കാം. സിമിലർലി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന പോലെ എയർ സെപ്പറേറ്റിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. അപ്പൊ ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് 4 എണ്ണം മാത്രമേ ഉള്ളൂ. സൈക്ലോൺ സെപ്പറേറ്റേഴ്സ്, എയർ സെപ്പറേറ്റേഴ്സ്, ബാക്ക് ഫിൽറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റ്സ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഇത്രയും കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാക്സിമം നോക്കാം. സൈക്ലോൺ സെപ്പറേറ്റേഴ്സ്, ഇതിനകത്ത് എയർ സെപ്പറേറ്റേഴ്സ്, ബാക്ക് ഫിൽറ്റേഴ്സ് നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ അരിയൊക്കെ പഠിപ്പിക്കുന്ന മില്ലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ മുകളിലോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടാവും മില്ലിന്റെ സൈഡിൽ. അപ്പൊ ദാറ്റ് ഈസ് ബാക്ക് ഫിൽറ്റേഴ്സ്. നമ്മൾ ഈ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മില്ലിങ് നടക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിളിന്റെ സൈസ് കുറയും. അവിടെ നമ്മൾ അതിനെ ഫ്ലൂയിഡൈസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫിൽറ്റർ വെച്ച് അതിനെ ക്യാപ്ചർ ചെയ്ത് തിരിച്ചിറക്കുക ചെയ്യുന്നത് നമ്മുടെ ഇതിനകത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള മെക്കാനിസത്തിനെയാണ് ബാക്ക് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ബാക്ക് ഫിൽറ്റേഴ്സ്. അപ്പോൾ ഇതിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ബാക്ക് ഫിൽറ്റേഴ്സ്. അടുത്തത് സൈക്ലോൺ സെപ്പറേറ്റർ. നോർമലി ഈ എയർ സെപ്പറേഷൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സൈക്ലോൺ സെപ്പറേറ്ററിനകത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ മെക്കാനിസം എന്താണ്, ഏത് ഫോഴ്സ് വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈക്ലോൺ സെപ്പറേറ്റർ ഏകദേശം കാണാൻ ഇങ്ങനെ ഇരിക്കും. ഒരു സിലിണ്ടറിന്റെ താഴെ ഒരു കോൺ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ഗ്യാസ്. ഇത് ഗ്യാസ് ആണല്ലോ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗ്യാസിൽ നിന്ന് നോർമലി സോളിഡ്സിനെ അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യാനാണ് ഈ സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫീഡ് ഗ്യാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സോളിഡ് ലിക്വിഡും കൂടെ ഒക്കെ അങ്ങ് എൻ്റർ ചെയ്യും. അല്ല, ലിക്വിഡ് അല്ല, സോളിഡും നമുക്ക് ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അതിനകത്ത് കാണും. അതിന്റെ ഇമ്പാക്ടിന്റെ സ്പീഡിൽ തന്നെ സോളിഡ് പാർട്ടിക്കിൾസ് താഴേക്ക് വരും. വളരെ ഫൈൻ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് താഴേക്ക് വരും. മുകളിലോട്ട് പ്യൂർ ആയിട്ടുള്ള ഗ്യാസസ് പോവും. അപ്പൊ ഇതാണ് സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് കാര്യമായിട്ട് ഇതിനകത്ത് മൂവിങ് പാർട്സ് ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, ഇതിനകത്ത് മൂവിങ് പാർട്സ് ഒന്നുമില്ല. പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. അപ്പൊ ലോ മെയിൻ്റനൻസിന് ഗ്യാസ് സെപ്പറേഷനകത്ത് ലോ മെയിൻ്റനൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ഇത് അത്യാവശ്യം വലിയ ടെമ്പറേച്ചേഴ്സിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സൈക്ലോൺ സെപ്പറേറ്റർ. നമുക്കൊരു ബാഗോ ക്ലോത്തോ ഒക്കെ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മുകളിനകത്ത് അത് കത്തിപ്പോവാനോ കീറിപ്പോവാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ലോ മെയിൻ്റനൻസ് ആണ്, മൂവിങ് പാർട്സ് കുറവാണ്. മൂവിങ് പാർട്സ് ഇല്ലെന്ന് തന്നെ പറയാം, നോ മൂവിങ് പാർട്സ്. കോഴ്സ് പാർട്ടിക്കിൾസിന്റെ സെപ്പറേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തത് സൈക്ലോൺ സെപ്പറേറ്റർ. രണ്ടാമത്തത് ബാക്ക് ഫിൽറ്റേഴ്സ്. ബാക്ക് ഫിൽറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ മില്ലിംഗ് മെഷീന്റെ അല്ലേ, നമ്മുടെ മില്ലിംഗ് മെഷീൻ ഇതാന്ന് വിചാരിക്കും, ഇതിന്റെ താഴെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിരിക്കും ബില്ല് ഉണ്ടാകുന്നത്. അത് ഗിയേഴ്സ് വെച്ചിട്ടുള്ള മില്ലിംഗ് മെഷീൻസ് ആണ്. ഇതിന്റെ ഇടയിൽ ഗിയേഴ്സ് കാണും. അപ്പൊ മില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നുണ്ടോ, ഒരു ബാഗ്. ഈ ബാഗ് ഇവിടെ നിന്ന് മില്ല് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്ന ഫൈൻ പാർട്ടിക്കിൾസിനെ ക്യാപ്ചർ ചെയ്യാനാണ് ഈ ബാഗ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബാഗ് എന്ത് ചെയ്യാൻ ക്യാപ്ചർ ചെയ്ത് തിരിച്ച് കൊണ്ടുവരും. ഇത് തന്നെ ഫിൽട്രേഷൻ പർപ്പസിന് യൂസ് ചെയ്യും.
പക്ഷെ ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതാണ്. ഇതിനകത്ത് കൂടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഇത് ഒന്ന് തട്ടുമ്പോഴൊക്കെ ഇതിന്റെ പുറത്തുനിന്നൊക്കെ സാധനം പോകുന്നതൊക്കെ കാണാം. അപ്പൊ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് അല്ലെങ്കിൽ ബാക്ക് ഫിൽറ്ററിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാൾ പാർട്ടിക്കൽ സൈസ് കുറഞ്ഞതാകാം, അല്ലെങ്കിൽ പുറത്തുള്ള ഡസ്റ്റും ആവാം. അപ്പൊ ബാക്കിയുള്ളതാണ് നമ്മൾ താഴെ സഞ്ചിനകത്ത് നിറയ്ക്കുന്നത്. അത് കഴിയുമ്പോഴത്തേനും പുള്ളി ഇതൊരു തട്ടൊക്കെ തട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത്. അപ്പോൾ അത് തിരിച്ച് ഇതിനകത്ത് ബാഗിനകത്തോട്ട് ഇറങ്ങും. സോ ദീസ് ആർ ബാക്ക് ഫിൽറ്റേഴ്സ് അഗെയിൻ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് സോളിഡ്സ് ഫ്രം ഗ്യാസ്. അതും ഫൈൻ ആയിട്ടുള്ള സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്ക് ഫിൽറ്ററിന് നോർമലി ഫിൽട്ടർ ക്ലോത്ത് ഉണ്ടാവും. ഇതിനെ ഫിൽട്ടർ ക്ലോത്ത് എന്ന് പറയാം, ഫിൽട്ടർ ക്ലോത്ത്. ഓക്കെ, ഇതിനകത്ത് പർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ ഫിൽട്രേഷൻ ആണ്. ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരുന്നു. ഇവിടെ ഫിൽട്രേഷൻ ആണ് ഇതിന്റെ ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഇവിടെ നമുക്ക് കളക്ഷൻ എഫിഷ്യൻസി ഇച്ചിരി കൂടുതലായിരിക്കും. സൈക്ലോൺ സെപ്പറേറ്ററിനകത്ത് റിമൂവൽ എഫിഷ്യൻസി, അതായത് കേറിയ എല്ലാം തന്നെ, കാരണം ഇതിന്റെ വെലോസിറ്റി ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ കേറിയ വളരെയധികം താഴോട്ട് പോകണമെന്നൊന്നുമില്ല, കുറച്ചൊക്കെ എഗെയിൻ എസ്കേപ്പ് ആവാം. നോർമലി 2-3 എണ്ണം പാരലി വെച്ച് അതിന്റെ 100% ആണ് അച്ചീവ് ചെയ്യാറ്. ഇതിനെ വീണ്ടും ഒരു സൈക്ലോണിൽ കയറ്റി വിടും. അങ്ങനെ 1-2 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഒരു 100% എഫിഷ്യൻസി അച്ചീവ് ചെയ്യുക ചെയ്യല്. പക്ഷെ ഇവിടെ ആണെങ്കിൽ കളക്ഷൻ എഫിഷ്യൻസി അത്യാവശ്യം ഉള്ളൊരു സംഭവമാണ്. അത് പർട്ടിക്കുലേഴ്സിനെ നല്ലവണ്ണം കളക്ട് ചെയ്യും. അപ്പൊ ഇവിടെ കോഴ്സ് മെറ്റീരിയലിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. കോഴ്സ് മെറ്റീരിയൽ ഇവിടെ ഫൈൻ മെറ്റീരിയൽസിനെയാണ് കളക്ട് ചെയ്യുക. ഫൈൻ മെറ്റീരിയൽസ്. ഈ കോഴ്സും ഫൈനും എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കോഴ്സ് ആണ് അത്യാവശ്യം ബിഗ് സൈസ്, ഫൈൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചെറിയ സൈസാണ്. ഓക്കെ, ആൻഡ് ഡയമീറ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കോഴ്സ് സൈസ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഫൈൻ സൈസുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ബാക്ക് ഫിൽറ്റേഴ്സ് ആണ്. ഇനി ഒരു ടൈപ്പ് ഓഫ് ഇതും കൂടെ പഠിച്ച് നമുക്ക് അങ്ങ് നടത്താം. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഴ്സ്. നോർമലി ചിമ്മിനി പോലുള്ള സ്ഥലങ്ങളിൽ, ഇൻഡസ്ട്രീസിലൊക്കെയുള്ള ചിമ്മിനി ഉണ്ടാവും. ഇതിനകത്ത് അൾട്രാ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണും. അത് നമുക്ക് നമ്മുടെ പൊല്യൂഷൻ നോംസ് അനുസരിച്ചോ അല്ലെങ്കിൽ ഡിസ്ചാർജ് നോംസ് അനുസരിച്ചോ അങ്ങനെ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റില്ല. അപ്പൊ പർട്ടിക്കുലർ മാറ്റർ 10, PM10, PM20 എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് നമുക്ക് അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം നമ്മുടെ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ എമിഷൻ ഗ്യാസസിൽ നിന്ന്. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ നോർമലി 2 ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ടാവും. ഇത് ചാർജ്ഡ് ഇലക്ട്രോഡ്സ് ആയിരിക്കും. ഇതിനകത്ത് കൂടെ നമ്മൾ ഈ പൊല്യൂട്ടഡ് ഗ്യാസ് പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനകത്ത് ഉള്ള പാർട്ടിക്കിൾസ് ഇലക്ട്രിക്കലി ചാർജ് ആവും. നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ആണെന്ന് വിചാരിക്കും. ആൻഡ് ദിസ് വിൽ ബി മൈഗ്രേറ്റഡ് ടുവേഴ്സ് നെഗറ്റീവ് ചാർജിലായിട്ടുള്ള അയോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിലായിട്ടുള്ള പാർട്ടിക്കിൾസ്. അയോൺസ് എല്ലാം നോർമലി പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനാണല്ലോ ഞാൻ പറഞ്ഞത് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് മെയിൻ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇലക്ട്രോഡ്സ് ഹെവിലി ചാർജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവിലി ചാർജിലുള്ള ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും? ഈ പോകുന്ന ഗ്യാസസിനെ അയണൈസ് ചെയ്യും. ഗ്യാസസിനകത്തുള്ള പാർട്ടിക്കിൾസിനെ അയണൈസ് ചെയ്യും. അപ്പൊ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈ പ്ലേറ്റ്സിനടുത്തോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിനകത്തോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പ്യുവർ ഗ്യാസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത ഗ്യാസ് മുകളിലേക്ക് പോകും. അപ്പൊ ഫ്രഷ് എയർ നമുക്ക് അല്ലെങ്കിൽ ഫ്രഷ് ഗ്യാസ് പുറത്തേക്ക് കിട്ടും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കി രണ്ടിലും എനർജി റിക്വയർമെന്റ്സ് ചെറുതാണ്. ഇപ്പൊ ബാക്ക് ഫിൽറ്ററിലാണെങ്കിലും സൈക്ലോൺ സെപ്പറേറ്ററിലാണെങ്കിലും എനർജി റിക്വയർമെന്റ്സ് കുറവായിരിക്കും. പക്ഷെ ഇവിടെ huge amount of electricity is required because we have to ionize the particles, right? അപ്പൊ അത്രയും amount of energy has to be provided.
ഇനി ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഡസ്റ്റിനെ പീരിയോഡിക്കലി റിമൂവ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ ഗ്യാസ് എൻ്റർ ചെയ്യും, ഇംപ്യൂർ ഗ്യാസ് എൻ്റർ ചെയ്യും, ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് ചാർജ് ആവും. ചാർജ് ചെയ്യുന്നത് ഈ പ്ലേറ്റ്സിനകത്തോട്ട് അട്രാക്ട് ചെയ്യും, അതിനെ അവിടെ ഹോൾഡ് ചെയ്യും. അതിനെ പീരിയോഡിക്കലി റിമൂവ് ചെയ്ത് പുറത്തോട്ട് എടുക്കുകയും ചെയ്യും. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അൾട്രാ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായത് ബാക്ക് ഫിൽറ്ററിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിലും താഴെ പാർട്ടിക്കിൾ സൈസ് ഉള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിനെ കൊണ്ട് പറ്റും. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ 3 വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചല്ലോ. സൈക്ലോൺ സെപ്പറേറ്റേഴ്സിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, ബാക്ക് ഫിൽറ്റേഴ്സിന് ഫിൽട്രേഷൻ ആണ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതില് കോസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനാണ് സൈക്ലോൺ യൂസ് ചെയ്യുന്നത്. ഫൈനിനെ റിമൂവ് ചെയ്യാനാണ് ബാക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനേക്കാളും ചെറിയ മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യാം. മിക്കവാറും അടുത്തൊരു ക്ലാസ്സും കൂടെ നമുക്ക് ആ ഒരു എന്താ പറയുക ലെവൽ 1-ലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യാം. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, പ്യുവർലി തിയറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന പോലെ ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നും കൂടെ പാർട്സ് ഒക്കെ നോക്കുക, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഫ്ലോ ഡയഗ്രാം ഒക്കെ ഒന്ന് നോക്കുക. വർക്കിംഗ് ഒരുവിധം ഞാൻ കവർ ചെയ്തു, ഒരു ബേസിക് ലെവലിലൊക്കെ എല്ലാത്തിനെയും കവർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഫിൽറ്റേഴ്സിനാണെങ്കിലും അത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുന്നേ കമ്പയർ ചെയ്ത് വേറെയും ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. അതായത് മൂവിങ് പാർട്സ് സൈക്ലോണിനില്ല, എന്നാൽ ബാക്ക് ഫിൽറ്റേഴ്സിന് മൂവിങ് മെക്കാനിസം ഉണ്ട്. നോർമലി ഇതിന്റെ ക്ലീനിങ് ഒക്കെ മൂവിങ് മെക്കാനിസം ആവശ്യമുണ്ട്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിന് കുറച്ചുണ്ട്, എന്നാൽ തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ടെമ്പറേച്ചർ ഒരു കാപ്പബിലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സൈക്ലോൺ സെപ്പറേറ്റേഴ്സിന് വെരി ഹൈ ആണ്. വെരി ഹൈ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വെരി ഹൈ ടെമ്പറേച്ചേഴ്സിൽ യൂസ് ചെയ്യാം. പക്ഷെ ബാക്ക് ഫിൽറ്റേഴ്സിലോ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിൽ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. ഇനി പ്രഷർ ഡ്രോപ്പ് അക്രോസ് ദി ഫിൽറ്റേഴ്സ്, അല്ലെങ്കിൽ സൈക്ലോൺ സെപ്പറേറ്ററിനകത്ത് പ്രഷർ ഡ്രോപ്പ്, ഈ പ്രഷർ ഡ്രോപ്പ് ഈ പറയുന്ന ഫ്ലൂയിഡ് ഓപ്പറേഷൻസിന്, ഈ പറയുന്ന ഫിൽട്രേഷൻ ഓപ്പറേഷൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പ്രഷർ ഡ്രോപ്പ് സൈക്ലോൺ സെപ്പറേറ്റേഴ്സിന് മോഡറേറ്റ് ആയിരിക്കും, എന്നാൽ ബാക്ക് ഫിൽറ്റേഴ്സിന് വളരെ ഹൈ ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷന് അതിപ്പോ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. അപ്പൊ പ്രഷർ ഡ്രോപ്പ്, ടെമ്പറേച്ചർ, മൂവിങ് പാർട്സ്, ഇതൊക്കെ മറിച്ചും തിരിച്ചും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ വരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാക്സിമം അടുത്ത ക്ലാസ്സോട് കൂടി ഈ ഒരു ലെവൽ 1 വരുന്ന സാധനങ്ങളൊക്കെ തീർക്കണം. അപ്പോൾ നിങ്ങൾക്കും കൂടെ കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ പാർട്സ് ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. ചെറിയ ഈ പറയുന്ന അനിമേഷനൊക്കെ കണ്ടതുപോലെ അനിമേഷൻസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അനിമേഷൻസും വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പാർട്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി? ഇല്ലെങ്കിൽ നമുക്ക് നിർത്തിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.